എല്ലാവർക്കും നമസ്കാരം. വേദാന്തത്തിന്റെ ആഴമുള്ള സത്യങ്ങളെ ലളിതമായി വിവരിക്കുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയും തെറ്റും തമ്മിലല്ല. യഥാർത്ഥ ബുദ്ധിമുട്ട് രണ്ട് ശരിയായ കാര്യങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നതായിരിക്കും. ഒരു കടമ നമ്മളെ ഒരു ദിശയിലേക്ക് വലിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കടമ നമ്മളെ വേറൊരു ദിശയിലേക്ക് വലിക്കുന്നു. ഇവ രണ്ടും ശരിയായ കടമകളാണ്. മാത്രവുമല്ല, ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവയുമാണ്. എന്നാൽ ഒരേ സമയത്ത് നമുക്ക് രണ്ടും പാലിക്കാൻ കഴിയില്ല. ഒന്ന് ഉപേക്ഷിച്ചാലേ മറ്റത് പാലിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഏത് ഉപേക്ഷിക്കണം? ഈ വേദനാജനകമായ സാഹചര്യത്തെ ധർമ്മസങ്കടം എന്ന് വിളിക്കുന്നു. പലരും ചിന്തിക്കുന്നത് ധർമ്മം പാലിക്കുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ധാർമ്മികമായ ജീവിതം വളരെ സൂക്ഷ്മവും സങ്കീർണവുമാണ്. ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ധർമ്മസങ്കടം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ധർമ്മ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് നാം ധർമ്മം എന്താണ്, സ്വധർമ്മം എങ്ങനെ കണ്ടെത്തണം എന്ന വിഷയങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ധർമ്മസങ്കടം എന്താണ്? ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? ധർമ്മം എന്ന വിഷയം ആഴത്തിലുള്ളതും വ്യാപ്തി കൂടിയതുമാണ്. അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോ കൂടി ഈ പരമ്പരയിൽ ഉണ്ടാകും. അതിൽ നമുക്ക് സനാതന ധർമ്മത്തെക്കുറിച്ചും എന്തുകൊണ്ട് സനാതന ധർമ്മം നശിക്കാതെ നിലനിൽക്കുന്നതിനെ കുറിച്ചും സംസാരിക്കാം. ഈ 3 വീഡിയോകൾ നമ്മുടെ ധർമ്മം എന്ന വിഷയം ഏറെക്കുറെ പൂർത്തിയാക്കും. അതുകൊണ്ട് ഈ 3 വീഡിയോകളും നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് ധർമ്മസങ്കടം? സങ്കടം എന്ന വാക്കിന്റെ അർത്ഥം പ്രതിസന്ധി അല്ലെങ്കിൽ സംഘർഷം എന്നാണ്. അതിനാൽ ധർമ്മസങ്കടം എന്നത് രണ്ട് ധർമ്മങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷമല്ല, മറിച്ച് രണ്ട് ധർമ്മങ്ങൾ അല്ലെങ്കിൽ രണ്ട് കടമകൾ തമ്മിലുള്ള സംഘർഷമാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണെന്ന് കരുതുക. മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന്റെ തലവനുമാണ്. ഒരു പരിശോധനയിൽ നിങ്ങൾ കുറ്റവാളിയായി പിടികൂടിയത് നിങ്ങളുടെ സ്വന്തം മകനെയാണ്. ഒരു അച്ഛന്റെ കടമ മകനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. എന്നാൽ ഒരു പോലീസ് ഓഫീസറുടെ കടമ നിയമം പാലിക്കുക എന്നതാണ്. ഇവിടെ ഒരു ധർമ്മ സംഘർഷം ഉണ്ടാകുന്നു. ഇത്തരം സമയങ്ങളിൽ മനസ്സ് ആശയക്കുഴപ്പത്തിലാകും. ശരിയായ തീരുമാനം എന്താണ്? ഇതാണ് ധർമ്മസങ്കടത്തിന്റെ നിമിഷം. ഇനി നമുക്ക് മഹാഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ ധർമ്മസങ്കടം ഏതാണെന്ന് നോക്കാം. അർജുനന്റെ ധർമ്മ സങ്കടം. അർജുനന്റെ യഥാർത്ഥ ആശയക്കുഴപ്പം യുദ്ധമായിരുന്നില്ല, മറിച്ച് ധർമ്മത്തെക്കുറിച്ചായിരുന്നു. ഒരു വശത്ത് അർജുനന്റെ ക്ഷത്രിയ ധർമ്മം അനീതിക്കെതിരെ പോരാടാനും അധർമ്മത്തെ ഇല്ലാതാക്കാനുമാണ്. എന്നാൽ മറുവശത്ത് കുലധർമ്മം സ്വന്തം കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാനുള്ള കടമ ആയിരുന്നു. ധർമ്മം പാലിക്കണമെങ്കിൽ യുദ്ധം ചെയ്ത് കുടുംബാംഗങ്ങളെ കൊന്നേ മതിയാകൂ. കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ സമൂഹം അധർമ്മത്തിന്റെ കീഴിലാകും. ഈ ആഭ്യന്തര സംഘർഷം അർജുനനെ മാനസികമായി തകർത്തു. അതുകൊണ്ടാണ് അർജുനൻ വില്ല് താഴെയിട്ടത്. ഈ ധർമ്മസങ്കടമാണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾക്ക് പശ്ചാത്തലമായ സംഭവം. എന്നാൽ അർജുനൻ മാത്രമല്ല, നമ്മുടെ മറ്റൊരു ഇതിഹാസമായ രാമായണത്തിൽ ശ്രീരാമനും അതികഠിനമായ ഒരു ധർമ്മസങ്കടം നേരിട്ടിരുന്നു. ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ശ്രീരാമൻ അയോധ്യയിലെ രാജാവായി. ഒരു രാജാവിന് രാജധർമ്മം ഉണ്ട്, അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക. എന്നാൽ ശ്രീരാമൻ ഒരു ഭർത്താവാണ്. അദ്ദേഹത്തിന് പതിധർമ്മമുണ്ട്, സ്വന്തം ഭാര്യയെ സംരക്ഷിക്കണം. എന്നാൽ അപ്രതീക്ഷിതമായി തന്റെ രാജ്യത്തെ പ്രജകളിൽ നിന്ന് സീതയെക്കുറിച്ച് സംശയം ഉയർന്നപ്പോൾ രാമൻ ഒരു വലിയ ധർമ്മസങ്കടം നേരിട്ടു. രാജധർമ്മവും പതിധർമ്മവും സംഘർഷ അവസ്ഥയിലെത്തി. ഭാര്യയെ സംരക്ഷിക്കണോ അതോ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കണോ? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണിത്. അവസാനം ശ്രീരാമൻ തന്റെ വ്യക്തിപരമായ സന്തോഷം രാജധർമ്മത്തിനായി ത്യജിച്ചു. ഇത് രാമായണത്തിലെ ഏറ്റവും വേദനാജനകമായ ധർമ്മസങ്കടങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുന്നു. രണ്ട് ധർമ്മങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ നാം ഏത് ധർമ്മം തിരഞ്ഞെടുക്കണം? നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഒരു ധർമ്മക്രമം നിർദ്ദേശിച്ചിരിക്കുന്നു. നമുക്ക് ആ ധർമ്മക്രമം എന്താണെന്ന് നോക്കാം. ധർമ്മത്തിനെ
4 തലങ്ങളിൽ വ്യാഖ്യാനിക്കുന്നു. താഴ്ന്ന തലത്തിൽ നിന്ന് ഉയർന്ന തലം വരെ ധർമ്മസങ്കടം ഉണ്ടാകുമ്പോൾ നാം ഉയർന്ന ധർമ്മം എപ്പോഴും പിന്തുടരണം. ഇനി നമുക്ക് ആ 4 ധർമ്മക്രമങ്ങൾ ഏതാണെന്ന് നോക്കാം. ആദ്യത്തേത് പേഴ്സണൽ ഡ്യൂട്ടീസ്, സ്വധർമ്മ, സ്വന്തം വ്യക്തിപരമായ കടമകൾ. രണ്ടാമത്തേത് ഫാമിലി ഡ്യൂട്ടീസ്, കുലധർമ്മ, നമ്മളുടെ കുടുംബത്തോടുള്ള നമ്മളുടെ കടമകൾ. മൂന്നാമത്തേത് സൊസൈറ്റൽ ഡ്യൂട്ടീസ്, സമാജധർമ്മ, നമ്മുടെ സമൂഹത്തിനോടുള്ള നമ്മുടെ കടമകൾ. അവസാനമായി രാഷ്ട്രധർമ്മ, വേൾഡ്ലി ഡ്യൂട്ടീസ്, ഈ ലോകത്തിനോടും രാഷ്ട്രത്തിനോടും നമുക്കുള്ള കടമകൾ. ഇവയിൽ ഏറ്റവും ഉയർന്നത് എപ്പോഴും രാഷ്ട്രധർമ്മം അല്ലെങ്കിൽ ലോകധർമ്മം ആണ്. 2 ധർമ്മങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ താഴ്ന്ന ധർമ്മത്തെ ത്യജിച്ച് ഉയർന്ന ധർമ്മം സംരക്ഷിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ അവസ്ഥ എന്താണ്? അവിടുത്തെ ഭരണാധികാരികൾ സ്വധർമ്മമോ കുലധർമ്മമോ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യധർമ്മം അല്ലെങ്കിൽ രാഷ്ട്രധർമ്മത്തെ ബലി കഴിക്കുന്നു. സ്വാഭാവികമായും സംഘർഷങ്ങളും യുദ്ധങ്ങളും സംഭവിക്കുന്നു. ധർമ്മത്തിന്റെ ഈ ക്രമം നമ്മൾ പാലിക്കുകയാണെങ്കിൽ ശാന്തമായ ഒരു സമൂഹം നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഇനി നമുക്ക് ശ്രീരാമനും അർജുനനും എങ്ങനെ നമ്മുടെ മാതൃകാ പുരുഷന്മാരായി എന്ന് നോക്കാം. അർജുനൻ കുലധർമ്മം ത്യജിച്ച് സമാജധർമ്മം സംരക്ഷിച്ചു. ശ്രീരാമൻ സ്വന്തം വ്യക്തിപരമായ സന്തോഷം ത്യജിച്ച് രാജധർമ്മം സംരക്ഷിച്ചു. ഇത് വളരെ വേദനാജനകമായ തീരുമാനങ്ങളായിരുന്നു. പക്ഷെ അവർ ഉയർന്ന ധർമ്മത്തിനായി എടുത്ത തീരുമാനങ്ങളായിരുന്നു അത്. അതുകൊണ്ടാണ് അവർ നമ്മുടെ ഉത്തമ മാതൃകളായി ഓർക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പലരും ശ്രീരാമന്റെ പ്രവൃത്തികളെ വിമർശിക്കാറുണ്ട്. സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചു, സീതാദേവിക്ക് ഒരു പ്രാധാന്യവും നൽകിയില്ല എന്നൊക്കെ. എന്നാൽ ശ്രീരാമൻ അനുഭവിച്ച ധർമ്മസങ്കടത്തിന്റെ ആഴം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, ധർമ്മത്തിന്റെ ക്രമത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ധർമ്മത്തിനേക്കാൾ രാജധർമ്മത്തിനാണ് പ്രാധാന്യം. ഉയർന്ന ധർമ്മത്തിനാണ് എപ്പോഴും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള പ്രശസ്തമായ ഒരു വാക്യം നോക്കാം. ഒരു പ്രശസ്തമായ സംസ്കൃത വാക്യമാണ് ധർമ്മോ രക്ഷതി രക്ഷിത. അതായത് ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ധർമ്മം ഒരു അത്ഭുത കവചം പോലെ നമ്മളെ രക്ഷിക്കും എന്നാണോ? അല്ല, മറിച്ച് ധർമ്മത്തിന്റെ സംരക്ഷണം ജീവിതത്തിന്റെ സ്വാഭാവികമായ നിയമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുമ്പോൾ ഭൂമി നമ്മളെ സംരക്ഷിക്കുന്നു. ഇവിടെ ഭൂമി നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് വിശദമായി നോക്കാം. എങ്ങനെയാണ് ധർമ്മം നമ്മളെ സംരക്ഷിക്കുന്നത്? ധർമ്മം 4 രീതിയിൽ നമ്മളെ സംരക്ഷിക്കുന്നു. ഒന്നാമത്തേത് മാനസികമായ സംരക്ഷണം, സൈക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ. ധാർമ്മികനായ ഒരാൾക്ക് മനസ്സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹത്തിന് കുറ്റബോധമോ ആന്തരിക സംഘർഷങ്ങളോ ഉണ്ടാവില്ല. സത്യത്തിൽ നമ്മുടെ യഥാർത്ഥ ദുഃഖം സാഹചര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് മനസംഘർഷങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ധർമ്മം ഈ ആന്തരിക സംഘർഷം, ഈ മനോസംഘർഷം ഇല്ലാതാക്കുന്നു. രണ്ടാമത്തേത് സാമൂഹികമായ സംരക്ഷണമാണ്. ധാർമ്മികനായ ഒരു വ്യക്തിയെ സമൂഹം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ ഈ സമൂഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് സംരക്ഷിക്കുന്നു. എന്നാൽ അധാർമികനായ ഒരു വ്യക്തിക്ക് ഈ സംരക്ഷണം ലഭിക്കുകയില്ല. അപ്പോൾ ധർമ്മ സംരക്ഷണം സാമൂഹികമായി നമുക്ക് സംരക്ഷണം നൽകുന്നു. അടുത്തത് കാർമ്മികമായ സംരക്ഷണം. ധാർമ്മികമായ പ്രവൃത്തികൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായ റിസൾട്ട്, പുണ്യഫലം നൽകുന്നു. അത് നമുക്ക് സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീരാൻ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ധർമ്മ ആചരണം കാർമ്മികമായി നമ്മളെ സംരക്ഷിക്കുന്നു. അവസാനമായി ഏറ്റവും പ്രധാനമായി ആത്മീയ സംരക്ഷണം, സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. ധാർമ്മികമായ ജീവിതം മനസ്സിനെ ശുദ്ധമാക്കുന്നു, മനസ്സിനെ സംഘർഷരഹിതമാക്കുന്നു. ശുദ്ധമായ മനസ്സ് ആത്മജ്ഞാനം നേടുന്നു. അത് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ എല്ലാ ഭയത്തിൽ നിന്നും ശാശ്വതമായി മോചിപ്പിക്കപ്പെടുന്നു. ഇതാണ് പരമമായ സംരക്ഷണം. ഇനി നമുക്ക് ഭഗവത്ഗീതയിൽ ധർമ്മത്തെ ശ്രീകൃഷ്ണൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നോക്കാം. പ്രിയമുള്ളവരെ, ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ധർമ്മത്തെക്കുറിച്ച് 2 പ്രസ്താവനകൾ പറയുന്നു. ഒറ്റ നോട്ടത്തിൽ അവ തമ്മിൽ പൊരുത്തക്കേടുകളും വിരോധാഭാസവും പോലെ നമുക്ക് തോന്നാം. 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ
പരധർമ്മോ ഭയാവഹഃ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, അർജുന, സ്വന്തം ധർമ്മം എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതായാലും പരധർമ്മം എത്ര എളുപ്പമുള്ളതായാലും നീ നിന്റെ സ്വധർമ്മം പാലിക്കണം. സ്വധർമ്മം പാലിക്കുമ്പോൾ നിനക്ക് മരണം സംഭവിച്ചാൽ പോലും അത് ശ്രേയസ്കരമാണ്. എന്നാൽ പരധർമ്മം എപ്പോഴും ഭയാവഹമാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ വളരെ ശക്തമായി ധർമ്മം പാലിക്കാൻ പറയുന്നു. എന്നാൽ 18-ാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, അർജുന, നീ നിന്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നിൽ ശരണം പ്രാപിക്കൂ. നിന്നെ നിന്റെ ദുഃഖങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിച്ച് മോക്ഷത്തിലെത്തിക്കാം. ഇവിടെ ശ്രീകൃഷ്ണൻ ധർമ്മം ഉപേക്ഷിക്കാൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ആശയക്കുഴപ്പവും ചോദ്യങ്ങളും വരുന്നു. ഞാൻ ധർമ്മം പാലിക്കണോ അതോ ഞാൻ ധർമ്മം ഉപേക്ഷിക്കണോ? പ്രിയമുള്ളവരെ, ഇത് വിരോധാഭാസമല്ല. മറിച്ച് ശ്രീകൃഷ്ണൻ നമ്മുടെ ആത്മീയ വളർച്ചയുടെ 2 തലങ്ങൾ കാണിച്ചു തരുന്നതാണ്. ആ തലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ശ്രീകൃഷ്ണന്റെ 2 സ്റ്റാൻഡ് പോയിന്റ്? ധർമ്മത്തെ എങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത് നോക്കാം. ദൈനംദിന ജീവിതത്തിന്റെ തലത്തിൽ നാം ധർമ്മം പാലിക്കണം. ധർമ്മം ഇല്ലെങ്കിൽ സമൂഹം നിലനിൽക്കില്ല. എന്നാൽ ആത്മീയ സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ ധർമ്മം ശരീരത്തിനും മനസ്സിനുമാണ്. അത് വ്യാവഹാരിക ലോകത്തിന്റെ, പ്രവർത്തന ലോകത്തിൻ്റെതാണ്. ഒരു മനുഷ്യൻ തന്റെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ അവൻ എല്ലാ വേഷങ്ങളെയും കടമകളെയും അതിജീവിക്കുന്നു. അതിനാൽ ഇവിടെ വിരോധാഭാസമില്ല. ആത്മീയ അന്വേഷകൻ ധർമ്മം പാലിക്കുന്നു. എന്നാൽ ഒരു ജ്ഞാനി അദ്ദേഹത്തിന്റെ ധർമ്മം ഇതിനകം തന്നെ പൂർത്തിയായതാണ്. ഇത് നമ്മളെ ശ്രീകൃഷ്ണന്റെ മനോഹരമായ ഒരു ആത്മീയ യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവരെ, ശ്രീകൃഷ്ണന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മനോഹരമായ ഒരു ആത്മീയ യാത്രയാണ്. ആദ്യം കൃഷ്ണൻ പറയുന്നു, സ്വധർമ്മം പാലിക്കൂ. ഒരിക്കലും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കരുത്. കാരണം ധാർമ്മികമായ ഒരു ജീവിതമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് മോക്ഷത്തിലേക്കുള്ള ആദ്യത്തെ പടി ധർമാചരണം ആണ്. അടുത്തതായി ശ്രീകൃഷ്ണൻ നമ്മളെ കർമ്മയോഗം പഠിപ്പിക്കുന്നു. നീ നിന്റെ കടമകളെയും ഉത്തരവാദിത്തങ്ങളും ഫലാസക്തി ഇല്ലാതെ നിർവഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവൃത്തികൾ ഈശ്വര സമർപ്പണത്തോടെ കൂടിയും കർമ്മഫലങ്ങളെ ഈശ്വര പ്രസാദമായും സ്വീകരിക്കുക. ഈ മനോഭാവം നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുന്നു. അതിനുശേഷം ശ്രീകൃഷ്ണൻ ജ്ഞാനയോഗം ഉപദേശിക്കുന്നു. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഉയർന്ന അറിവ് നൽകുന്നു. നീ ശരീരമല്ല, നീ മനസ്സല്ല, നിന്റെ യഥാർത്ഥ സ്വരൂപം അമരത്വമായ ആത്മാവാണ്. നീ സച്ചിദാനന്ദ സ്വരൂപനാണ്. അവസാനം ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പരമമായ സത്യം ഉപദേശിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ. ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ കടമകളെയും അതിജീവിച്ച് ആ പരമസത്യത്തിൽ ശരണം പ്രാപിക്കുക. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാം. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കൂ. നമ്മൾ പോൾ വാൾട്ട് മത്സരങ്ങൾ കണ്ടിട്ടുണ്ടാകും. പോൾ വാൾട്ടിൽ സാധാരണയിൽ നിന്നും വളരെ ഉയർന്ന ഒരു ലക്ഷ്യമാണ് കീഴടക്കേണ്ടത്. ആ ഉയരത്തിലെത്താൻ നമ്മൾ ഈ പോൾ അല്ലെങ്കിൽ നീളമുള്ള ഈ വടി ഉപയോഗിക്കുന്നു. എന്നാൽ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ പോൾ അല്ലെങ്കിൽ വടി ഉപേക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ഈ 2-ാമത്തെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ ആ വ്യക്തി പോൾ ഉപയോഗിച്ച് ഉയരത്തിലെത്തുന്നു. എന്നാൽ ലക്ഷ്യത്തിലെത്തുമ്പോൾ അദ്ദേഹം ആ പോൾ ഉപേക്ഷിക്കുന്നില്ല. അദ്ദേഹം താഴെ വീഴുകയും അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ ധർമ്മം ഒരു പോളാണ് അല്ലെങ്കിൽ നീളമുള്ള ഒരു വടിയായി ഉപമിച്ചിരിക്കുന്നു. ധർമ്മവും ഇതുപോലെയാണ്, ഈ പോൾ പോലെയാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ ധർമ്മത്തെയും അതിജീവിക്കണം. അതിനർത്ഥം മോക്ഷപ്രാപ്തി ലഭിച്ചയാൾ അധാർമികനാണ് എന്നല്ല, മറിച്ച് അദ്ദേഹം ആ ധർമ്മത്തെയും അതിജീവിച്ചിരിക്കുന്നു. ഈ ഉദാഹരണത്തിലൂടെ നമ്മൾക്ക് ശ്രീകൃഷ്ണൻ സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കൂ എന്നതിന്റെ അർത്ഥം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ധാർമ്മികമായ ജീവിതം നയിക്കണം. ധർമ്മം സമൂഹത്തിൽ സൗഹൃദവും സമത്വവും സൃഷ്ടിക്കുന്നു. ധർമ്മം മനസ്സിനെ ശുദ്ധമാക്കുന്നു.
ശുദ്ധമായ മനസ്സ് ആത്മജ്ഞാനത്തിന് തയ്യാറാകുന്നു. പക്ഷേ നമ്മളുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ധർമ്മത്തിനും അപ്പുറമാണ്. നിന്റെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയുന്നതാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം സച്ചിദാനന്ദ ആത്മാവാണ്. അനന്തവും സ്വതന്ത്രവുമായ ശുദ്ധ ചൈതന്യമാണ്. അതുകൊണ്ട് ധർമ്മ ആചരണം നിങ്ങളെ ആത്മ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.